ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. നല്ല കുറുമ ചിക്കൻ കറി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 സബോള കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, കുറച്ച് തേങ്ങ അരച്ചത്, ഒരു 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കുക, അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, സ്പൈസസ് ഇട്ട് കൊടുക്കുക, പട്ട, ഗ്രാമ്പ്, ഏലക്ക. എന്നാൽ അതിന് ശേഷം നമുക്ക് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞതും കൂടെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. ഒരു 2.5 ടീസ്പൂണോളം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കൈ വിടാണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളിയും നന്നായിട്ട് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പ്, ഏലക്കയുടെ പൊടി ഉണ്ടല്ലോ, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആ ചിക്കനും കൂടി നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്യാം, ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാനായിട്ടാണ് കേട്ടോ, ഉപ്പും മുളകൊക്കെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ അരച്ചതുണ്ടല്ലോ, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിന് ഈ ഒരു കപ്പിന് തേങ്ങ അരച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ അളവിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ്, ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ അങ്ങ് നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടപ്പിട്ടൊന്ന് മൂടിക്കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി, ഇതേനെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പത്തിരിക്ക്, ദോശയ്ക്ക്, ചപ്പാത്തിക്ക്, അതുപോലെ തന്നെ പൊറോട്ടയ്ക്ക് ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.